ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് ഒരൊറ്റ കാര്യം സംശയമില്ലാതെ വ്യക്തമാക്കി. ഈ ബില്ലെന്നല്ല, ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള ഏത് ബില്ല് പാസാക്കാനും നിലവിൽ കേന്ദ്ര സർക്കാരിന് ശക്തിയില്ല എന്ന്. ഇതുവരെ ജനാധിപത്യ മര്യാദകളൊന്നും പാലിക്കാതിരുന്ന BJP സർക്കാർ ഇത്തവണ ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. അതുതന്നെ ബില്ല് വോട്ടിനിട്ടാൽ പരാജയപ്പെടും എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ നീക്കമാണ്. ലോക്സഭയിൽ ബില്ല് പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷമായ 362 വോട്ട് ലഭിക്കണം. NDA പക്ഷത്തുള്ള മുഴുവൻ പാർട്ടികളും പിന്തുണച്ചാലും നിലവിൽ 293 വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന തെലുങ്കുദേശവും JDUവും മറുകണ്ഠം ചാടാനുള്ള വലിയൊരു സാധ്യതയും അത്തരമൊരു വോട്ടെടുപ്പിനുണ്ട്. പ്രതിപക്ഷത്തെ 234 അംഗങ്ങളിൽ ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണ നിലവിൽ നേടുക അസാധ്യവുമാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ദൗർബല്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ. ബില്ലായാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ആദ്യ കടമ്പയിൽ തന്നെ മൂക്കുകുത്തി വീഴുമായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. കേവല ഭൂരിപക്ഷമായ 272 വോട്ട് പോലും ലഭിച്ചില്ല. ഹാജരുള്ളവരുടെ 2/3 വോട്ടുകളാണ് ഈ ബില്ലിന് വേണ്ടത്. അത് നേടണമെങ്കിൽ കിട്ടേണ്ടിയിരുന്നത് 307 വോട്ടുകളാണ്. കിട്ടിയത് 269 വോട്ടും. വിപ്പ് കൊടുത്തിട്ടും BJPയിലെ 20 MPമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഹാജരുള്ളവരുടെ ഭൂരിപക്ഷ പിന്തുണ മതി എന്നതിനാൽ മാത്രം ആദ്യ കടമ്പ കടന്നിരിക്കുകയാണ് ഈ ബില്ല്. നിർണായകമായ ഒരു ബില്ലും സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ട ചരിത്രമില്ലാത്ത നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അത് ചെയ്തു. വലിയൊരു നാണക്കേടിൽ നിന്നും ഒഴിവാകാൻ കൂടിയായിരുന്നു ആ നീക്കം. 245 അംഗങ്ങളുള്ള രാജ്യസഭയിൽ ബില്ലെത്തിയാലും നിലവിൽ NDAക്ക് കിട്ടാവുന്നത് പരമാവധി 125 വോട്ടുകളാണ്. കേവല ഭൂരിപക്ഷം കടക്കാം എന്നല്ലാതെ 2/3 സ്വപ്നം കാണാൻ പോലും അവിടെയും കഴിയില്ല. സംസ്ഥാന നിയമസഭകളിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്ന ആനുകൂല്യം ഈ ബില്ലിനുണ്ടെങ്കിലും ലോക്സഭയിലും രാജ്യസഭയിലും നിലവിലെ സാഹചര്യത്തിൽ കടമ്പ കടക്കില്ല. NDA പക്ഷത്തുള്ള JDUവിനും TDPക്കും പോലും ഈ ബില്ലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ കഴിയില്ല. അതിനുള്ള കാരണം പാർലമെന്റിൽ അവതരിപ്പിച്ച ആ ബില്ല് ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളികളാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തെയും വൈവിധ്യത്തെയും അംഗീകരിക്കുന്നതായിരുന്നു ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ. ലോക്സഭയിലേക്ക് ഒരു തിരഞ്ഞെടുപ്പും നിയമസഭകളിലേക്ക് പ്രത്യേക ഒരു തിരഞ്ഞെടുപ്പും. ഇത്രയേറെ ഭാഷാ വൈവിധ്യവും സാംസ്കാരിക വൈവിധ്യവുമുള്ള രാജ്യത്ത് പ്രാദേശിക സർക്കാരുകളെയും കേന്ദ്ര സർക്കാരിനെയും ഒരേ വിഷയവും ഒരേ രാഷ്ട്രീയവും വിലയിരുത്തി തിരഞ്ഞെടുക്കാനാവില്ല. ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിൽ കേന്ദ്രത്തിൽ ഭരണമുള്ള പാർട്ടിക്ക് പ്രചണ്ഡ പ്രചാരണത്തിലൂടെ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രത്തിലേക്കും ജയിക്കാൻ കഴിയും. ആ പ്രഘോഷണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രാദേശിക പാർട്ടികൾ വീഴും. ഉത്തരേന്ത്യ മാത്രം എടുത്താൽ പോലും എത്ര സാംസ്കാരികമായ വൈവിധ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ഗുജറാത്തി സംസാരിക്കുന്ന ഗുജറാത്ത് പടിഞ്ഞാറ് വശത്തും ബംഗാളി സംസാരിക്കുന്ന ബംഗാൾ കിഴക്ക് വശത്തും, നടുക്കാവട്ടെ ബിഹാറിയും അസമീസും മണിപ്പൂരിയും ഒഡിയയും രാജസ്ഥാനി പോലും ഹിന്ദിയിൽ നിന്നും എത്രയോ മാറിയാണ് നിൽക്കുന്നത്. പഞ്ചാബിക്ക് പോലുമുണ്ട് ഹിന്ദിയിൽ നിന്നും വലിയൊരു അകലം. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഷ പോലും പൂർണ്ണമായും മനസ്സിലാകാത്തവരാണ് ഇന്ത്യയിൽ തന്നെയുള്ള ഭൂരിപക്ഷവും. അവിടെ ഒറ്റ തിരഞ്ഞെടുപ്പ് എങ്ങനെ സാധ്യമാകും? ഇപ്പോ ബില്ല് പാസ്സായാൽ തന്നെ 2023 തിരഞ്ഞെടുപ്പിൽ മാത്രമേ അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. നിലവിലുള്ള ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് മുൻപ് തന്നെ രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്യണം എന്നതാണ് കാരണം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി കഴിഞ്ഞ് മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭീഷണി വരിക. 2026 2031 വർഷങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഇപ്പോഴത്തെ നിലയിൽ തന്നെ തുടരും. 2031 അധികാരമേൽക്കുന്ന സർക്കാരിന് 3 വർഷം കഴിഞ്ഞ് 2034 പുതിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. ഇന്ത്യയിലെ സംസ്ഥാന സർക്കാരുകൾ ഏറെക്കുറെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സംവിധാനങ്ങളായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എണ്ണ പോലെയുള്ള ഇറക്കുമതി ചെയ്യുന്നവർക്ക് ഒഴികെ എല്ലാത്തിനും നികുതി ഏർപ്പെടുത്താനും സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. സ്വന്തമായി പട്ടാളവും റെയിൽവേയും ഇല്ല എന്നതൊഴിച്ചാൽ സംസ്ഥാനങ്ങൾ സ്വതന്ത്ര ഭരണ സംവിധാനങ്ങൾ തന്നെയായിരുന്നു. അതാണ് ആദ്യം GSTയിലൂടെ അട്ടിമറിച്ചത്. ഇപ്പോ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം കിട്ടാൻ കേന്ദ്രം അനുവദിക്കണം. GST വന്നതുകൊണ്ട് ഒരു സംസ്ഥാനത്തിനും വരുമാനം വർദ്ധിച്ചിട്ടുമില്ല. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ കൂടി നഷ്ടമാവുകയും ചെയ്തു. കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങൾ കൂടി വന്നതോടെ വായ്പയും അസാധ്യമായി.
കേന്ദ്രം കനിഞ്ഞാൽ മാത്രം കഞ്ഞി കുടിക്കാവുന്ന കുടുംബങ്ങളായി സംസ്ഥാനങ്ങളെ മാറ്റിക്കഴിഞ്ഞു. ഒറ്റ തിരഞ്ഞെടുപ്പ് വരുന്നതോടെ പ്രാദേശികമായ എതിർപ്പുകൾ പോലും തുടച്ചു നീക്കപ്പെടും എന്നതാണ് വിമർശനം. ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെ ചിലവ് വലിയ തോതിൽ ചുരുക്കാം എന്നൊരു അവകാശവാദവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഒറ്റത്തവണയായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഇടക്കാല തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരും. 3 വർഷത്തിനു ശേഷം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ വോട്ടെടുപ്പ് 2 വർഷത്തേക്ക് മാത്രമാകും. ഇതോടെ ഫലത്തിൽ 3 തിരഞ്ഞെടുപ്പ് 5 വർഷത്തിനിടെ നടത്തേണ്ട ഒരു സ്ഥിതി വരും. 1996 മുതൽ 99 വരെ രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥിതി ആലോചിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ 6 തവണ നടത്തേണ്ടി വരും. പല സംസ്ഥാനങ്ങളിലും പിന്തുണ പിൻവലിക്കപ്പെടുകയും സർക്കാരുകൾ വീഴുകയും പതിവാണ്. അവിടെയെല്ലാം ഇങ്ങനെ ഇടക്കാലത്തേക്ക് മാത്രമായി തിരഞ്ഞെടുപ്പുകൾ നടത്തണം. നിയമസഭകളിലേക്കും ലോക്സഭകളിലേക്കും നിലവിൽ ഉപതിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ ഇനി പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തന്നെ ഉപതിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടി വരും. 1 വർഷത്തേക്കും 1.5 വർഷത്തേക്കുമൊക്കെ വോട്ട് ചെയ്യേണ്ടി വരുമ്പോൾ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ താഴും. അത് ജനാധിപത്യ സംവിധാനത്തോട് തന്നെ അവമതിപ്പുണ്ടാക്കാൻ ഇടയുണ്ടാക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡ് പോലുള്ള പ്രഖ്യാപനങ്ങളിലും BJPക്ക് പിന്നാക്കം പോകേണ്ടി വരും എന്നുകൂടി തെളിയിക്കുകയാണ് ഒറ്റ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.